ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീഡ് എന്ന വാക്കിനെ കുറിച്ചാണ്. നീഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്ന ചില മീനിങ്സ് ഉണ്ട്. ആവശ്യം, നെസസിറ്റി, അതുപോലെ തന്നെ റിക്വയർ, ആവശ്യമായി വരിക, വേണ്ടി വരിക എന്നൊക്കെ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ നീഡ് ഹെൽപ്പ്. എനിക്ക് ഹെൽപ്പ്, സഹായം ആവശ്യമുണ്ട്. ഐ നീഡ് ഹെൽപ്പ്. ഐ എന്ന ഒരു സബ്ജക്റ്റിന് പകരം ഹീ ആയിരുന്നെങ്കിൽ ഹീ നീഡ്സ് ഹെൽപ്പ്. ഹീ സിംഗുലർ സബ്ജക്റ്റാണ്, മാത്രമല്ല അതൊരു തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് നീഡ്സ് ഉപയോഗിക്കണം. ഐ നീഡ് ഹെൽപ്പ്, വി നീഡ് ഹെൽപ്പ്, ദേ നീഡ് ഹെൽപ്പ്, യു നീഡ് ഹെൽപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ ഹീ, ഷീ ഒക്കെ ആണെങ്കിൽ ഹീ നീഡ്സ് ഹെൽപ്പ്, ഷീ നീഡ്സ് ഹെൽപ്പ് എന്നൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ നീഡ് ഉപയോഗിക്കുന്നത് മെയിൻ വേർബ് ആയിട്ടാണ്. ആവശ്യമായി വരിക എന്നത് റിക്വയർ. ഐ നീഡ് സം ന്യൂ ക്ലോത്ത്സ്. എനിക്ക് കുറച്ച് പുതിയ വസ്ത്രങ്ങൾ ആവശ്യമുണ്ട്. അവിടെയും മെയിൻ വേർബ് ആയിട്ട് തന്നെയാണ് നീഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം റിക്വയർ. ഷീ നീഡ്സ് ടു ടോക്ക് ടു ഹിം. അവൾക്ക് അവനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഷീ നീഡ്സ് ടു ടോക്ക് ടു ഹിം. അവിടെയും നീഡ് ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ വേർബ് ആയിട്ട് തന്നെയാണ്. ഇനി ഒരു പാസ്റ്റ് ടെൻസ് ഫോമിൽ ആവശ്യമായി വന്നു എന്നാണെങ്കിലോ നീഡഡ് എന്നുപയോഗിക്കുക. ഐ നീഡഡ് ഹെൽപ്പ്. എനിക്ക് സഹായം ആവശ്യമായി വന്നു. അപ്പോൾ ഈ സെൻറ്റൻസുകളിലൊക്കെ നമ്മൾ നീഡ് ഉപയോഗിച്ചത് മെയിൻ വേർബ് ആയിട്ടാണ്. ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ വേർബ് നീഡ് തന്നെയാണ്. ഇനി നമുക്ക് നീഡ് എന്ന വേർബ് ഓക്സിലിയറി വേർബ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്സിലിയറി വേർബ് ആയിട്ട് നീഡ് ഉപയോഗിക്കുമ്പോൾ അത് നെഗറ്റീവ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോമിലും ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റൻസ് നോക്കുക. യു നീഡ് നോട്ട് ആസ്ക് മൈ പെർമിഷൻ. നിങ്ങൾ എൻ്റെ അനുവാദം ചോദിക്കേണ്ടതില്ല. യു നീഡ് നോട്ട് ആസ്ക് മൈ പെർമിഷൻ. ആ ഒരു സെൻറ്റൻസിൽ മെയിൻ വേർബ് ആസ്ക് എന്നതാണ്. നീഡ് എന്നത് നെഗറ്റീവ് ഫോമിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഓക്സിലിയറി വേർബ് ആണ്, സപ്പോർട്ടിംഗ് വേർബ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഫോമിലുള്ള ഒരു സെൻറ്റൻസ് നോക്കാം. നീഡ് വി വെയിറ്റ് എനി ലോങ്ങർ. നീഡ് വി വെയിറ്റ് എനി ലോങ്ങർ. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇതിൻ്റെ ഒരു ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ, വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണെങ്കിൽ യെസ് യു മസ്റ്റ് എന്നാണ് വേണ്ടത്. അതല്ല നെഗറ്റീവാണ് ആൻസർ എങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്നാണെങ്കിലോ നോ യു നീഡിൻറ്റ്, നോ യു നീഡ് നോട്ട് എന്നാണ് പറയേണ്ടത്. ഇനി നീഡ് എങ്ങനെ ഒരു പാസ്റ്റ് ഫോമിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. വി നീഡിൻറ്റ് ഹാവ് വെയിറ്റഡ് ഫോർ ദം. നമ്മൾ അവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വി നീഡിൻറ്റ് ഹാവ് വെയിറ്റഡ് ഫോർ ദം. ആവശ്യമില്ലാത്ത ഒരു കാര്യം, അൺനെസസറി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അപ്പോൾ യു നീഡിൻറ്റ് ഹാവ് വെയിറ്റഡ് ഫോർ ദം. അവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നീഡിൻറ്റ് ഹാവ് വെയിറ്റഡ്, നീഡിൻറ്റ് ഹാവ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. ഹാവ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിച്ചത്. നീഡിൻറ്റ് എന്നത് നീഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. യു നീഡിൻറ്റ് ഹാവ് ഗോൺ ദർ. നിങ്ങൾ അവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയില്ലേ, അവിടെ പോകേണ്ടതില്ലായിരുന്നു. നീഡിൻറ്റ് ഹാവ് ഗോൺ. ഹാവ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗോ എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്തു, ഗോൺ. നിങ്ങൾ അവിടെ പോകേണ്ടതില്ലായിരുന്നു, പോകേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന്. ഇപ്പോൾ കുറച്ച് സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു. മെയിൻ വേർബായിട്ട് നീഡ് യൂസ് ചെയ്യുന്ന ചില സെൻറ്റൻസസ്, അതുപോലെ തന്നെ ഓക്സിലിയറി വേർബ് ആയിട്ടും നീഡ് യൂസ് ചെയ്യാം. അത് സാധാരണ നെഗറ്റീവ് ഫോംസിലും അതുപോലെ ക്വസ്റ്റ്യൻ ഫോമിലും ആണ് എന്ന് മനസ്സിലായില്ലേ? ഇനി നീഡ് എന്നത് നമുക്ക് നൗൺ ആയിട്ട് യൂസ് ചെയ്യാം. നീഡ് ആസ് എ നൗൺ. എഡ്യൂക്കേഷൻ ഈസ് എ നീഡ്. വിദ്യാഭ്യാസം ഒരു ആവശ്യമാണ്. ഷെൽട്ടർ
പാർപ്പിടം. ഷെൽട്ടർ ഈസ് എ നീഡ്. ഫുഡ് ഈസ് എ നീഡ്. ഭക്ഷണം ഒരാവശ്യമാണ്. ഇതൊക്കെ ആവശ്യങ്ങളാണ്. നെസസിറ്റി. അവിടെ നമ്മൾ നീഡ് നൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നീഡ് എന്ന ആ ഒരു കുഞ്ഞ് വാക്കിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.